എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് അങ്ങനെ ഹോസ്പിറ്റലില് സർജറിക്കൊക്കെ ശേഷം യുവാൻ കണ്ണു തുറക്കുന്നതാണ്. പക്ഷെ അവൻ കണ്ണു തുറക്കുമ്പോ പറഞ്ഞ കണക്ക് അവിടെ ജിയാങ് ഉണ്ടായിരുന്നില്ല. അവൻ അവിടെ കാണുന്നത് ഷവോയെയാണ്. അവളെ കണ്ടപാടെ ഇവളെന്താ ഇവിടെ എന്ന മട്ടിലായിരുന്നു അവന്റെ ചിന്ത. അവൻ അവിടെ പ്രതീക്ഷിക്കുന്നത് ജിയാങ്ങിനെ ആണല്ലോ. എന്തായാലും അവളായിട്ട് അവനോട് ഭയങ്കര കെയർ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. യോ, ഞാൻ അറിഞ്ഞിരുന്നില്ലല്ലോ നിനക്ക് ഇങ്ങനെ ഒരു അസുഖമുള്ള കാര്യം. എന്തായാലും കുറച്ച് നാൾ ഓഫീസിലൊന്നും വരണ്ട, ഞാൻ കാര്യങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ അവിടെ നിന്ന് തന്റെ അസിസ്റ്റന്റിനോട് ഷവോയെ എങ്ങനെയും പറഞ്ഞു വിടാനായി യുവാൻ സിഗ്നൽ കൊടുക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അങ്ങനെ ഷവോയെ ഒരുവിധം പറഞ്ഞിട്ട് ശേഷം ഇവൾ എങ്ങനെ അറിഞ്ഞു ഞാൻ ഹോസ്പിറ്റലാണെന്ന്, എന്തിനിപ്പോ ഇവളിങ്ങോട്ട് കൊണ്ടുവന്നെന്നല്ല അസിസ്റ്റന്റിനോട് അവൻ ദേഷ്യപ്പെടുമ്പോ എന്നോട് തിരക്കപ്പോ എനിക്ക് പറയാതിരിക്കാൻ പറ്റാഞ്ഞുകൊണ്ട് പറഞ്ഞു പോയതാന്ന് അസിസ്റ്റന്റ് പറയുന്നുണ്ട്. ജിയാങ് എവിടെയെന്ന് ചോദിക്കുമ്പോ ജിയാങ് പോയി എന്നാണ് അസിസ്റ്റന്റ് പറയുന്നത്. എനിക്ക് നീ ഒരു ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് അസിസ്റ്റന്റിനെ ചില കാര്യങ്ങൾ യുവാൻ ഏൽപ്പിക്കുന്നു. അപ്പോഴേക്കും നേരം വെളുത്തിട്ടുണ്ടായിരുന്നു. ജിയാങ്ങിന്റെ അപ്പാർട്ട്മെന്റിന്റെ താഴെ ഡൂലെ നിപ്പുണ്ടായിരുന്നു. അവളെ ഒന്ന് കണ്ട് സംസാരിക്കണമെന്ന് അവനുണ്ട്. പക്ഷെ എങ്ങനെ ഇപ്പോ എന്താ പറയാ എന്ന രീതിക്ക് ഇങ്ങനെ മടിച്ചു നിൽക്കാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ജിയാങ് എത്തുമ്പോ ഡൂലയുടെ മുന്നിൽ അവൾ വന്നു പെടുന്നതിന് മുന്നേ തന്നെ അസിസ്റ്റന്റ് അവളെ വിളിച്ച് യുവാൻ വീണ്ടും സീരിയസ് ആയിട്ട് ഓപ്പറേഷൻ തിയേറ്റർ കൊണ്ടുപോകാനായിട്ട് ഇരിക്കുകയാണ്, വേഗം വന്ന് കാണാനായി പറയുമ്പോഴേക്കും അവൾ വെപ്രാളത്തിൽ അവിടെ നിന്ന് മടങ്ങി പോകുന്നുണ്ട്. അവൾ ഇവിടേക്ക് വന്നതോ പോയതോ ഒന്നും ഡൂലയൊട്ട് അറിഞ്ഞതുമില്ല. അങ്ങനെ അവൾ ചെല്ലുമ്പോഴേക്കും അവൻ അഭിനയിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. എവിടെ വേദന എന്ന് ചോദിച്ച് അവൾ ഒരു അടി കൊടുക്കാനേ ഒരുങ്ങുമ്പോഴേക്കും അവൻ കയ്യിൽ പിടിക്കുകയും അവൾ ഉടനെ സ്ലിപ്പായി അവന്റെ ദേഹത്തേക്ക് വീഴുകയും ചെയ്യുന്നുണ്ട്. ഉടനെ തന്നെ അവൻ നീ എവിടെ ആയിരുന്നു, നിന്നെ എനിക്ക് കണ്ണു തുറക്കുമ്പോ ഉടനെ കാണണമെന്ന് ഞാൻ പറഞ്ഞല്ലേ, എന്നിട്ട് നീ എവിടെ പോയെന്നില്ല അവൻ ചോദിക്കുമ്പോ സാരമില്ല, എനിക്ക് വയ്യാന്ന് കണ്ടപ്പോ ഓടിപ്പാഞ്ഞു വന്നല്ലോ, അപ്പൊ എന്നോട് കെയറും സ്നേഹമൊക്കെ ഉണ്ടല്ലേ എന്നെല്ലാം അവൻ ചോദിക്കുമ്പോ അവനെ തള്ളി മാറ്റിക്കൊണ്ട് അവൾ ഞാൻ നിന്നെ പോലെ ഒരു മോൺസ്റ്റർ അല്ല, എനിക്ക് കണ്ണി ചോരയൊക്കെ ഉണ്ട്, ഒന്നിലേലും അടുത്തടുത്ത് താമസക്കാരല്ലേ, ആ ഒരു ഇതിന്റെ പുറത്ത് വന്നേ ഉള്ളൂ എന്ന് അവൾ ജാടയിടുന്നു. എന്തായാലും അങ്ങനെ ഡിസ്ചാർജ് ആയി യുവാൻ വീട്ടിലേക്ക് പോകാനേ നിൽക്കുമ്പോൾ ജിയാങ് ആണ് ഡ്രൈവ് ചെയ്ത് അവനെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അവളാണെങ്കിൽ നല്ല സ്പീഡിലാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഓപ്പറേഷൻ തിയേറ്ററിൽ പോയതിനേക്കാളും ടെൻഷനിലായിരുന്നു അവൻ ആ വണ്ടിയിൽ ഇരുന്നത്. എന്തായാലും അങ്ങനെ അപ്പാർട്ട്മെന്റിൽ എത്തിയ ശേഷം അവന് വേണ്ടി അവൾ സൂപ്പ് ഒക്കെ കുക്ക് ചെയ്യുന്നുണ്ട്. ആക്ച്വലി സൂപ്പ് ഒന്നും കുക്ക് ചെയ്യാൻ അവൾക്ക് ഒരു പിടുത്തമില്ലെങ്കിലും ഓൺലൈനിലൊക്കെ നോക്കി റെസിപ്പി ഒക്കെ കണ്ട് അങ്ങനെ കുക്ക് ചെയ്ത് അവനുണ്ടാക്കി കൊടുത്തിട്ട് അവൾ ജോലിക്ക് പോകുമ്പോഴേക്കും അവനാകട്ടെ വായി വെക്കാൻ അത് കൊള്ളില്ലെങ്കിലും അവൾ അവന് വേണ്ടി കഷ്ടപ്പെട്ടുണ്ടാക്കിയതിന്റെ ആ ഒരു സന്തോഷത്തിന് അതെങ്ങനെയൊക്കെയോ കുടിച്ചു തീർക്കുന്നു. ഓഫീസിൽ ജിയാങ് എത്തിയ ശേഷം ഒരു ചെറിയ ഉടായ്പ പ്രശ്നം അവിടെ നടക്കുന്നുണ്ട്. യുവാന്റെ അസിസ്റ്റന്റിന് ഒരു റിലേഷൻ ഉണ്ട്. ആ പെൺകുട്ടിയോട് ഞാൻ MH സെക്യൂരിറ്റീസിലെ വലിയൊരു സ്റ്റാഫാണ്, എന്റെ കീഴിൽ അസിസ്റ്റന്റ് ഒക്കെ എനിക്കുണ്ട്, അത്രയും വലിയ സ്റ്റാഫാണ് ഞാൻ എന്നൊക്കെയാണ് അയാൾ തട്ടിവിട്ടിരിക്കുന്നത്. ഇപ്പതേ ആ ഗേൾ ഫ്രണ്ട് അവർ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലാണ്. അതുകൊണ്ട് തന്നെ ഇയാളെ കാണാനായി ഇങ്ങോട്ട് സർപ്രൈസ് ആയി വരുന്നു എന്ന കാര്യം അറിയിക്കുമ്പോൾ ടെൻഷൻ ആവുന്ന അയാൾ വേഗം തന്നെ യുവാനെ കാണാനായി പോകുന്നുണ്ട്. യുവാന്റെ അപ്പാർട്ട്മെന്റ് കുറച്ച് ദിവസത്തേക്ക് തനിക്കൊന്ന് താമസിക്കാൻ തരാമോ, ഇങ്ങനെയൊക്കെ കാര്യങ്ങളെന്നൊക്കെ അയാൾ പറയുമ്പോഴേക്കും അത് കേൾക്കുന്ന യുവാന് നോ പറയാൻ എങ്ങനെ സാധിക്കും. അവൻ ഇത് കേൾക്കുമ്പോൾ ഈ അപ്പാർട്ട്മെന്റ് ഇയാൾക്ക് താമസിക്കാൻ കൊടുക്കുന്നതിലൂടെ വരുന്ന ഗേൾ ഫ്രണ്ട് ഇയാൾ വലിയ സെറ്റപ്പ് സ്ഥലത്തൊക്കെ താമസിക്കുന്ന ഭയങ്കര സംഭവം എന്നൊക്കെ വിചാരിക്കും. അത് ആ അസിസ്റ്റന്റിന് ഒരു സഹായമാവും. പക്ഷെ അതിന് പുറമെ ഈ ഒരു താമസ സ്ഥലം അസിസ്റ്റന്റിന് ഇപ്പോ താമസിക്കാനായി ഈ ഒരു കാര്യത്തിന് പുറത്ത് കുറച്ച് ദിവസത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ പേരിൽ തനിക്ക് തൊട്ടപ്പുറത്തുള്ള ജിയാങ്ങിന്റെ അപ്പാർട്ട്മെന്റിൽ കയറി താമസിക്കാലോ, തനിക്ക് അത് വലിയൊരു നേട്ടമല്ലേന്ന് ആ ഒരു അവസരം മുതലാക്കുന്ന രീതിക്കായിരുന്നു യുവാന്റെ ചിന്ത. അതുകൊണ്ട് തന്നെ അവൻ വേഗം തന്നെ അസിസ്റ്റന്റിനോട് നീ എനിക്ക് ഒരുപാട് സഹായം ചെയ്തിട്ടുള്ളതല്ലേ, നീ എന്നോടൊരു സഹായം ചോദിച്ചാൽ എനിക്ക് എങ്ങനെ ചെയ്തു തരാതിരിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് വേഗം തന്നെ ഓക്കെ പറയുന്നു. അങ്ങനെ യുവാൻ സാധനങ്ങൾ അവിടെ നിന്ന് ജിയാങ്ങിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ ഒരുങ്ങുമ്പോഴേക്കും ഗേൾ ഫ്രണ്ട് അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഇതാരാണെന്ന് ചോദിക്കുമ്പോൾ ഇതാ എന്റെ അസിസ്റ്റന്റ് എന്ന് യഥാർത്ഥ അസിസ്റ്റന്റ് യുവാനെ നോക്കി പറയുമ്പോൾ നീ അവസരം നന്നായിട്ട് മുതലാക്കുന്നുണ്ട്, ഞാൻ ഇത് കഴിഞ്ഞ് പടി തരാന്ന മട്ടില് യുവാൻ അതൊന്നും എതിർക്കാതിരിക്കുകയാണ്. അങ്ങനെ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ജിയാങ് എത്തുന്നുണ്ട്. ജിയാങ്ങിന് യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ലെങ്കിലും അവിടെ യുവാന്റെയും അസിസ്റ്റന്റിന്റെയും റോള് മാറ്റിയുള്ള വർത്താനം കേൾക്കുമ്പോൾ എന്തോ കാര്യമാണെന്ന് മനസ്സിലാക്കുന്നവൾ അതിനൊത്ത് അങ്ങ് സംസാരിക്കുന്നു. അങ്ങനെ യുവാന്റെ അപ്പാർട്ട്മെന്റിൽ അവന്റെ അസിസ്റ്റന്റും ഗേൾ ഫ്രണ്ടും സ്റ്റേ ചെയ്യാണ്. യുവാൻ ജിയാങ്ങിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് ചെന്ന് ഇനി ഞാൻ ഇവിടെയാണ് കുറച്ച് ദിവസത്തേക്ക് താമസിക്കുന്നത്, ഇങ്ങനെയാണ് കാര്യങ്ങളെന്ന് പറയുമ്പോൾ ജിയാങ് അതിനെ ശക്തമായി എതിർക്കുന്നു. അതെങ്ങനെ ശരിയാവും, ഞാൻ എങ്ങനെ നിന്റെ കൂടെ സ്റ്റേ ചെയ്യും, ഞാനൊരു പെൺകുട്ടി നീ ഒരു ആൺകുട്ടി, അതൊന്നും നടക്കില്ല എന്നെല്ലാം അവൾ പറയുമ്പോൾ അതിനെന്താ ഒരു പയ്യനും ഒരു പെണ്ണും ഒരു അപ്പാർട്ട്മെന്റിൽ താമസിച്ചു ഓർത്ത് ആകാശമൊന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല. ഞാൻ എത്രയോ വർഷമായിട്ട് ഒരു പെൺകുട്ടിയുടെ കൂടെ താമസിക്കുന്നതെന്ന് പറഞ്ഞ് യുവാൻ അവിടെ ഉണ്ടായിരുന്ന വെൽത്തിനെ വിരളി ഉണ്ടുമ്പോഴേക്കും അതൊക്കെ ഒരു കാര്യമാണോ എന്ന് മട്ടില് ജിയാങ് നോക്കാണ്. അത് കേൾക്കുന്ന അവൾ വെൽത്തിനെ എന്റെ കൂടെ വേണേ താമസിക്കാം, പക്ഷെ നിന്റെ കൂടെ ഈ അപ്പാർട്ട്മെന്റിൽ എനിക്ക് താമസിക്കാൻ പറ്റില്ല എന്ന് അറിയിക്കുമ്പോൾ അവനാകട്ടെ അവൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടെന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ എണ്ണി എണ്ണി അവിടെ സിമ്പതി ക്രിയേറ്റ് ചെയ്യാനേ നോക്കുമ്പോൾ അതൊക്കെ കേൾക്കുന്നവൾ ഇതൊക്കെ കേൾക്കുന്നതിലും നല്ലത് നീ ഇവിടെ താമസിച്ചോ എന്ന് പറയുന്നത് തന്നെയാ. ശരി താമസിച്ചോ, പക്ഷെ ഞാൻ സൂലിയുടെ കൂടെ പോവാണെന്ന് പറഞ്ഞ് അവൾ എണ്ണിക്കുമ്പോഴേക്കും അവൻ വീടിന്ന മട്ടില്ല. നീ പോയാൽ എങ്ങനെ ശരിയാവും, ഞാനിപ്പോ ഒരു പേഷ്യന്റ് അല്ലേ, സർജറി ഇപ്പൊ കഴിഞ്ഞല്ലേ ഉള്ളൂ, എനിക്കിപ്പോ ആരെങ്കിലും ഹെൽപ്പിന് വേണ്ടേ. അങ്ങനെ അവൻ കുറെ സെന്റിമെന്റൽ ആയിട്ട് സംസാരിക്കുമ്പോൾ അവൾ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും ആപ്പിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പൊ സെറ്റ് ആയതുകൊണ്ട് തന്നെ ചെറിയൊരു ഓഫീസ് സെറ്റപ്പ് അതിനു വേണ്ടി ചുവാൻ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ അവനെ ഹെൽപ്പ് ചെയ്ത് സൂലിയും കൂടെ തന്നെ ഉണ്ട്. അങ്ങനെ അതിനൊക്കെ ശേഷം ഫുഡ് കഴിക്കാനേ അവളെ കൂട്ടിക്കൊണ്ട് പോകുന്നവൻ അവൾ ഹെൽപ്പ് ചെയ്തതിന് ഒരുപാട് താങ്ക്സ് പറയുന്നുണ്ട്. ആക്ച്വലി ജിയാങ് വഴി ഡൂലയിലേക്ക് ചുവാൻ എത്താൻ സാധിച്ചത് തന്നെ സൂലിയുടെ ഹെൽപ്പ് കൊണ്ടാണ്.
കൊണ്ടാണ്. പിന്നെ അതിനുശേഷം അവൾ കുറെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞവൻ താങ്ക്സ് പറയുമ്പോൾ അവൻ ഒരു പ്രപ്പോസൽ തന്റെ മുന്നിൽ വെക്കും, ഐ ലവ് യു എന്ന് അവൻ പറയുമായിരിക്കും എന്നൊക്കെ അവൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും അവനായിട്ട് ഈ ചെയ്ത ഹെൽപ്പിനൊക്കെ അവന്റെ കമ്പനിയുടെ കുറച്ച് ഷെയർസ് ഓഫർ ചെയ്യുമ്പോഴേക്കും അതൊന്നും വേണ്ടെന്ന് പറ്റില്ല അവൾ പറയുന്ന ടീം എന്തായാലും ആപ്പ് ഞാൻ വിചാരിച്ച കണക്ക് നല്ല രീതിക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ നല്ല വരുമാനം കിട്ടുമെന്നൊക്കെ പറഞ്ഞ് അവൻ ഹാപ്പി ആകുമ്പോഴേക്കും അത് കേൾക്കുന്ന അവൾ എങ്കിലെ കുറച്ച് ഷെയർസ് തന്നേക്കെന്ന് പറയുന്നുണ്ട്. ഉടനെ അവൻ തന്നോട് ഇഷ്ടമൊന്നും തുറന്ന് പറഞ്ഞില്ലെങ്കിലും അവൻ എന്തായാലും തന്നെ പറ്റി ഉള്ളിൽ നല്ല മതിപ്പുണ്ടല്ലോ, പതിയെ പതിയെ അവന്റെ മനസ്സിൽ തനിക്ക് കയറി പറ്റാൻ സാധിക്കുമെന്ന് അവൾ അവളെ തന്നെ ആശ്വസിപ്പിക്കുന്നു. അപ്പോഴേക്കും രാത്രിയിലത്തേക്ക് ജിയാങ് കുക്ക് ചെയ്ത വായി വെക്കാൻ കൊള്ളൂല എന്ന് മനസ്സിലാക്കുന്ന യുവാനാണ് കിച്ചണിൽ കയറുന്നത്. അവൻ അവർക്ക് വേണ്ടി ഫുഡ് കുക്ക് ചെയ്ത് അങ്ങനെ കഴിക്കാനായി ഇരിക്കുമ്പോഴേക്കും ആദ്യം അവൾ അവനുണ്ടാക്കിയ ഫുഡ് കഴിക്കാനായി കുറച്ച് ജാട കാണിക്കുന്നുണ്ടെങ്കിലും അവൻ ഇരുന്ന് കഴിക്കുന്നത് കാണുമ്പോൾ കൺട്രോൾ ചെയ്യാൻ സാധിക്കാതെ അവൾ എടുത്ത് കഴിക്കുന്നു. അത് വളരെ ടേസ്റ്റി ആയിട്ടുണ്ടെന്ന് അവളും പറയുന്നു. അങ്ങനെ കഴിക്കുന്നതിന്റെ ഇടയിൽ അവനോട് ആദ്യം അവൾ കട്ടിൽ എന്റേതാ, അവിടെ ഒന്നും കിടക്കാൻ പറ്റത്തില്ല, വേണമെങ്കിൽ സോഫ വല്ലതും കിടന്നോന്ന് പറയുന്നുണ്ടെങ്കിലും കിടക്കാൻ സമയമാകുമ്പോഴേക്കും വേണ്ട വയ്യാത്തതല്ലേ കട്ടിലെ പോയി കിടന്നോ, ഞാൻ സോഫയിൽ കിടന്നോളാന്ന് പറഞ്ഞ് അവനെ റൂമിലേക്ക് കിടക്കാൻ വിടുന്നു. ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും അസിസ്റ്റന്റ് ആണല്ലോ യുവാന്റെ അപ്പാർട്ട്മെന്റിലുള്ളത്. യുവാനാകട്ടെ അവിടെ ജിയാങ്ങിന്റെ ഫോട്ടോ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് സാധനങ്ങൾ എടുക്കുന്നതിന്റെ ഇടയിൽ കട്ടിലിന്റെ താഴെ വീണ് കിടന്നിരുന്നു. അതിപ്പോ കറക്റ്റ് ആയിട്ട് അവിടെ ഉള്ള അസിസ്റ്റന്റിന്റെ ഗേൾ ഫ്രണ്ട് കണ്ടെത്തുന്നു. ഇവളെയല്ലേ ഞാൻ രാവിലെ കണ്ടേന്നൊക്കെ ഈ ഫോട്ടോ കണ്ട് ആ ഗേൾ ഫ്രണ്ട് ആകെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. അപ്പോഴേക്കും യുവാനാകട്ടെ ജിയാങ് ഉറങ്ങിയെന്ന് വിചാരിച്ച് അവൾ കിടക്കുന്ന സോഫയുടെ അടുത്തെത്തി കിസ് ചെയ്യുന്ന കണക്ക് അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അവൾ ആക്ച്വലി ഉറങ്ങല്ലായിരുന്നു, ഇവൻ വരുന്നത് കാണുമ്പോൾ ഉറങ്ങുന്ന കണക്ക് അഭിനയിച്ച് കിടക്കാണ്. ഇവൻ ഇങ്ങനെ കിസ് ചെയ്യുന്ന കണക്ക് വരുമ്പോൾ അവളുടെ നെഞ്ചെടുപ്പൊക്കെ വല്ലാണ്ട് കൂടുന്നുണ്ടായിരുന്നു. പക്ഷെ കിസ് ചെയ്യാതെ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുന്നവൻ എന്തൊരു പാവം, ഉറങ്ങുമ്പോ എന്ത് പാവാ, ഉണർന്നിരിക്കുമ്പോ നാക്കിന്റെ നീളം സഹിക്കാൻ പറ്റത്തില്ല, നിനക്ക് ഉണർന്നിരിക്കുമ്പോഴും കുറച്ച് പാവമായിട്ടിരുന്നോടെ എന്നൊക്കെ അവളെ നോക്കി കൊഞ്ചിക്കുന്ന കണക്ക് ഓരോന്ന് സംസാരിച്ച് അവൻ പതിയെ എഴുന്നേറ്റ് പോകുമ്പോൾ അവൻ പോയെന്ന് ഉറപ്പുവരുത്തി കണ്ണു തുറന്നവൾ അവൻ പറഞ്ഞ കാര്യങ്ങളും കിസ് ചെയ്യുന്ന കണക്ക് അടുത്തേക്ക് വന്ന കാര്യമൊക്കെ ഓർത്ത് ഭയങ്കര നാണത്തില് ചിരിക്കാണ്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആട്ടെ അസിസ്റ്റന്റിന്റെ ഗേൾ ഫ്രണ്ട് തൊട്ടപ്പുറത്തുള്ള ജിയാങ്ങിന്റെ അപ്പാർട്ട്മെന്റിന്റെ അവിടെ എത്തുന്നു. ജിയാങ്ങും തന്റെ ബോയ് ഫ്രണ്ടിന്റെ അസിസ്റ്റന്റായി യുവാനും ഒന്നിച്ചാണ് സ്റ്റേ ചെയ്യുന്നതെന്ന് കാണുമ്പോൾ വേറെ വഴിയില്ലാണ്ട് യുവാനും ജിയാങ്ങിനും തങ്ങൾ റിലേഷനിലാണെന്ന രീതിക്ക് ആ പെൺകുട്ടിയുടെ മുന്നിൽ നിൽക്കേണ്ടി വരുന്നുണ്ട്. അപ്പൊ പിന്നെ ആ പെൺകുട്ടി ഫോട്ടോ യുവാന്റെ കയ്യിൽ നിന്ന് താഴെ വീണതായിരിക്കും. തന്റെ ബോയ് ഫ്രണ്ടിന്റെ അസിസ്റ്റന്റ് ആണല്ലോ യുവാൻ, അങ്ങനെ വീട്ടിൽ വന്നപ്പോഴെങ്ങാനും വീണതായിരിക്കും എന്ന രീതിക്ക് വിചാരിക്കുന്നുള്ളൂ. അങ്ങനെ പിന്നീട് അതിനെപ്പറ്റി ബോയ് ഫ്രണ്ടിനോട് പുള്ളിക്കാരി തിരക്കുമ്പോൾ ഇവളിനി അവരെ പറ്റി കൂടുതൽ ചെയ്ഞ്ഞ് സത്യം കണ്ടെത്താതിരിക്കാനായി അയാൾ ഉടനെ തന്നെ പറയുന്നുണ്ട്, നീ അവരുടെ പുറകിനൊന്നും പോകണ്ട, ആക്ച്വലി ആ ജിയാങ് എന്റെ കമ്പനി സിഇഒയുടെ മകളാണ്, എന്റെ അസിസ്റ്റന്റിനെ അത്രയും വലിയൊരാൾ പ്രണയിക്കുന്നു എന്നത് പുറത്തറിഞ്ഞാൽ അത് പ്രശ്നമാവും, അതുകൊണ്ട് നീ അതിനെപ്പറ്റി കൂടുതലൊന്നും ചിന്തിക്കോ നോക്കൊന്നും വേണ്ടെന്നില്ല. അപ്പോഴേക്കും ജിയാങ്ങിന് അടുത്ത ഒരു പ്രശ്നം, അവൾ അപ്പാർട്ട്മെന്റിന് പുറത്തിറങ്ങി ഓഫീസിലേക്ക് പോകാനായി ഒരുങ്ങുന്ന സമയത്താണ് സൂലി വിളിക്കുന്നത്. ജിയാങ്ങിനെ അത്യാവശ്യമായിട്ട് കാണാനായി അപ്പാർട്ട്മെന്റിന്റെ അവിടേക്ക് വരുന്നു എന്നായിരുന്നു പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ അടുത്ത പ്രശ്നം വന്നല്ലോ, ഞാനും യുവാനും ഒന്നിച്ചാണ് സ്റ്റേ ചെയ്യുന്നതെന്ന് പറഞ്ഞത് തീർന്നു, ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ സ്റ്റേ ചെയ്യേണ്ടി വന്നതെന്ന് പോലും കേൾക്കാൻ അവൾ നിൽക്കില്ല. കഥകൾ കുറെ ഉണ്ടാക്കുന്നു ജിയാങ്ങിന് ഭയങ്കര ടെൻഷൻ. അങ്ങനെ സൂലി എത്തുന്നതിന് മുന്നേ അപ്പാർട്ട്മെന്റിൽ നിന്ന് യുവാനെ പറഞ്ഞു മാറ്റാനായി ജിയാങ്ങിന് സാധിക്കുന്നുണ്ടെങ്കിൽ യുവാന്റെ സാധനങ്ങളൊക്കെ അവിടെ തന്നെ ഇരിക്കുകയാണ്. സൂലി എത്തുമ്പോൾ അതൊക്കെ കണ്ട് ഓരോന്ന് കുത്തി കുത്തി ചോദിക്കുമ്പോൾ പിടിച്ചു നിൽക്കാൻ വേറെ വഴിയില്ലാതെ കാര്യങ്ങൾ ജിയാങ് തുറന്നു പറയുന്നു. അത് കേൾക്കുന്ന സൂലി എന്താണ് എന്നോട് മറച്ചു വെക്കുന്നത്, രണ്ടുപേരും ലൈൻ ആയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനൊന്നും ഇല്ലാന്ന് ജിയാങ് പറയുന്നുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം യുവാൻ തന്റെ അടുത്തേക്ക് വന്ന ആ കാര്യങ്ങളൊക്കെ ആലോചിച്ച് അവൾക്ക് നെഞ്ചെടുപ്പ് വീണ്ടും കൂടുന്നു. അവൾ അതോർത്ത് ചിരിക്കുമ്പോൾ സൂലി ആ കാര്യം പറഞ്ഞ് വീണ്ടും ജിയാങ്ങിനെ കളിയാക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അന്ന് നൈറ്റ് ആയിട്ട് ചെറിയൊരു പാർട്ടി ചുവാൻ വീണ്ടും വെക്കുന്നുണ്ട്. ചുവാന്റെ ആ ഒരു ഓഫീസ് സ്പേസിൽ ചുവാനും സൂലിയും ചുവാന്റെ ഇൻവെസ്റ്റർ ആയിട്ടുള്ള ഡൂലിയും ഒപ്പം ജിയാങ്ങും അങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ ഇന്നാണ് അവർ ഫസ്റ്റ് ഓപ്പൺ ചെയ്ത് അങ്ങനെ നാളെ തൊട്ട് പ്രവർത്തനം ആരംഭിക്കാനായി പോകുന്നത്. അതിന്റെ ചെറിയൊരു സെലിബ്രേഷൻ ആണ്. എന്തായാലും ഫുഡ് വാങ്ങിച്ചിട്ട് വരാന്ന് പറഞ്ഞ് സൂലി ചുവാനെ കൂട്ടി പുറത്തേക്ക് പോകുമ്പോൾ ഡൂലയും ജിയാങ്ങും അങ്ങനെ ഇരുന്ന് വർത്താനം പറയാണ്. അപ്പോഴേക്കും ഇങ്ങനെ ഒരു സെലിബ്രേഷന് ജിയാങ് പോയതോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സെലിബ്രേഷൻ ചുവാൻ നടത്തുന്നതോ ഒന്നും തന്നെ നമ്മുടെ യുവാൻ അറിയില്ല. അവനായിട്ട് നീ എവിടാന്നൊക്കെ ജിയാങ്ങിനെ കാണാതെ മെസ്സേജ് അയക്കുമ്പോൾ വെറുതെ കള്ളം പറഞ്ഞ് പിന്നെ അവനത് കണ്ടുപിടിച്ച് പ്രശ്നത്തിലാവണ്ട എന്ന് തോന്നുന്നവൾ ആദ്യം തന്നെ അവനോട് സത്യം പറയുന്നുണ്ട്. ഡൂലയും അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന യുവാന് ഇരിക്കെ പൊറുതിയില്ല. എവിടെയാണ് ഈ ഒരു സെലിബ്രേഷൻ നടക്കുന്നത്, എവിടെയാണ് ചുവാന്റെ ഓഫീസ് എന്ന് പോലും യുവാൻ അറിയില്ലല്ലോ. പക്ഷെ അതിനെപ്പറ്റി ജിയാങ്ങിനോട് ചോദിക്കാതെ ചുവാനെ കോൺടാക്ട് ചെയ്ത് എവിടെയാണ് നിന്റെ ഓഫീസ്, ഞാനും വരുന്നുണ്ട് സെലിബ്രേഷൻ യുവാൻ പറയുമ്പോഴേക്കും യുവാനോട് ജാടയിലായിരുന്നു ചുവാന്റെ മറുപടി. ഇല്ല അതൊന്നും പറ്റില്ല എന്നല്ല അവൻ പറയുന്നുണ്ട്. എന്തായാലും ആകെപ്പാടെ കലിപ്പായിട്ടിരിക്കുകയാണ് യുവാൻ. അവന് ഡൂലയും ജിയാങ്ങും ഒന്നിച്ചൊരു സെലിബ്രേഷൻ ഇരിക്കുന്നത് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. എന്തായാലും ഡൂലയോട് സംസാരിക്കുന്ന ടീമാണ് ജിയാങ്ങിന് അന്ന് ഡൂലയുടെ ബർത്ത്ഡേ ആണെന്ന് മനസ്സിലാവുന്നത്. അത് കേൾക്കുന്ന അവൾ അവിടെ ഈ ഒരു ഓഫീസ് ഓപ്പണിംഗിന്റെ സെലിബ്രേഷന് വേണ്ടി കട്ട് ചെയ്യാനായി വാങ്ങിച്ചു വെച്ചിരുന്ന കേക്ക് എടുത്ത് സൂലിയും ചുവാനും തിരിച്ചു വരുമ്പോൾ ഈ ഒരു ബർത്ത്ഡേയുടെയും കൂടി ഭാഗമായിട്ട് കട്ട് ചെയ്യാന്ന് പറഞ്ഞ് ഡൂലയോട് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്തിരിക്കുമ്പോൾ അവനാകട്ടെ അവളോടുള്ള ഇഷ്ടം ഈ ഒരു അവസരത്തിൽ തുറന്നു പറഞ്ഞാലോ, ആരും ഇവിടെ ഇല്ല, തങ്ങൾ മാത്രമേ ഉള്ളൂ, അവൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്, അപ്പൊ പറഞ്ഞാലോ എന്ന് ഓർക്കുന്നുണ്ടെങ്കിലും അവനത് പറഞ്ഞു വരും മുന്നേ യുവാൻ ജിയാങ്ങിനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. നീ വേഗം തിരിച്ച് വീട്ടിലേക്ക് വാ, എനിക്ക് വിശന്നിട്ട് വയ്യ, ഞാൻ ഇവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, വയ്യാത്ത ഒരാളാണെന്ന് നിനക്ക് അറിയാവുന്നതല്ലേ, പിന്നെ എന്താ എന്നെ ഇട്ടിട്ട് പോയെന്നല്ല. അവന്റെ ഈ മെസ്സേജ് ഭയങ്കരമായിട്ട് തുടരുമ്പോൾ വേറെ വഴിയില്ലാണ്ട് സൂലിയും ചുവാനും തിരിച്ചു വരാൻ വെയിറ്റ് ചെയ്തിരിക്കാതെ ജിയാങ്
ജിയാങ് അവിടെ നിന്ന് മടങ്ങി പോകുന്നു. അങ്ങനെ അവൾ തിരിച്ച് അപ്പാർട്ട്മെന്റിലേക്ക് എത്തുമ്പോഴേക്കും അവൻ ഗെയിം കളിച്ചോണ്ടിരിക്കുകയാണ്. ഇവിടെ ഇരുന്ന് ഗെയിം കളിക്കായിരുന്നല്ലേ, എന്നിട്ട് ചുമ്മാ എന്തിനാ എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നത്, മെസ്സേജ് ഒക്കെ അയച്ചപ്പോ ഇപ്പൊ ഏതാണ്ട് ആവശ്യമുള്ള കണക്കായിരുന്നല്ലോ എന്നല്ല അവൾ ചോദിക്കുമ്പോ പിന്നെ ഞാൻ ഒറ്റയ്ക്കിരുന്ന് എന്ത് ചെയ്യണം, ഗെയിം അല്ലാതെ വേറെ എന്ത് ചെയ്യാനാണെന്ന് അവൻ ദേഷ്യപ്പെട്ട് നേരെ ബാൽക്കണിയിലേക്ക് ചെല്ലുമ്പോഴേക്കും അപ്പുറത്ത് അവന്റെ തന്നെ അപ്പാർട്ട്മെന്റിന്റെ ബാൽക്കണി കാണാം. ജിയാങ്ങിന്റെ അപ്പാർട്ട്മെന്റിന്റെ ബാൽക്കണിയും യുവാന്റെ അപ്പാർട്ട്മെന്റിന്റെ ബാൽക്കണിയും തൊട്ടടുത്തടുത്ത് നിന്ന് കാണാൻ പറ്റുന്നതാണ്. അങ്ങനെ അവൻ ഇവിടെ ജിയാങ്ങിന്റെ അപ്പാർട്ട്മെന്റിന്റെ ബാൽക്കണിയിൽ നിൽക്കുമ്പോഴേക്കും അപ്പുറത്തുള്ള അവന്റെ അപ്പാർട്ട്മെന്റിന്റെ ബാൽക്കണിയിൽ അസിസ്റ്റന്റ് ഗേൾ ഫ്രണ്ടും റൊമാൻറ്റിക് ആയി നിൽക്കുന്നത് കണ്ട് ഇവർക്കൊന്നും വേറെ പണിയില്ലെന്ന മട്ടില് അവൻ അസ്വസ്ഥനായി നിൽക്കാണ്. എന്തായാലും നിങ്ങൾക്കൊന്ന് അകത്ത് കയറി പൊക്കൂടെ, നല്ല മഞ്ഞ് വീഴുന്നുണ്ട്, എന്റെ ബോസല്ലേ പുള്ളി, വല്ല പനിയും പിടിച്ചാൽ പിന്നെ അത് ബുദ്ധിമുട്ടാവില്ലേ എന്ന് പറഞ്ഞ് അവരകത്തേക്ക് പറഞ്ഞു വിട്ട് അവൻ നിൽക്കുമ്പോഴേക്കും നല്ല തണുപ്പുണ്ടല്ലോ, തണുക്കില്ലെന്ന് പറഞ്ഞ് അവന് കോട്ട് എടുക്കാനായി അവന്റെ കബോർഡിന്റെ അങ്ങോട്ടേക്ക് ജിയാങ് പോകുന്നത് കാണുന്നവൻ കബോർഡിനകത്ത് അവളെ പറ്റി പല കാര്യങ്ങളും അവൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവൾ കളിച്ച റുബിക്സ് ക്യൂബ് ഒക്കെ കണ്ടിരുന്നല്ലോ, അതേപോലെ കുട്ടിക്കാലത്തെ പല പല കാര്യങ്ങളും അതൊക്കെ അവൾ കണ്ടാലോ എന്ന ചമ്മല് അവൻ വേഗം ചെന്ന് അവളെ തടയാൻ നോക്കുമ്പോഴേക്കും അവിടെ ചെറുതായി ഒരു കിസ് അവർക്കിടയിൽ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും പിന്നെ ആകെ ഒരു ചമ്മലായിരുന്നു. അവൾക്കാകട്ടെ പിന്നീട് അങ്ങോട്ട് ഭയങ്കരമായി തന്നെ ആ ഒരു കിസിന്റെ ഹാങ് ഓവർ ഉണ്ടായിരുന്നു. ഭയങ്കര ചമ്മലും നാണവും ഒക്കെ വരുന്നുണ്ട്. എന്തായാലും അടുത്ത ദിവസമായിട്ട് ചുവാന്റെ ആപ്പിന്റെ ഒരു പ്രൊമോഷന്റെ ഭാഗമായി ചെറിയൊരു പ്രോഗ്രാം അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ ഒരു ആപ്പ് വഴി ഒരു മീറ്റ് നടത്താനായി തീരുമാനിക്കുന്നു. ഈ ആപ്പ് ഉപയോഗിക്കുന്ന കപ്പിൾസിന് നേരിൽ കാണാനായി ഒരു അവസരം. അങ്ങനെ അതിന്റെ ഒരു കാര്യങ്ങളൊക്കെ ഡൂലയുമായി ഡിസ്കസ് ചെയ്ത് തുടർന്ന് ഈ ആ ഒരു ആപ്പ് യൂസ് ചെയ്യുന്ന മാച്ച് കിട്ടിയിട്ടുള്ള ആളുകൾക്കൊക്കെ മെസ്സേജ് സെൻഡ് ചെയ്യുമ്പോഴേക്കും ജിയാങ്ങിനും യുവാനും ആ മെസ്സേജ് കിട്ടുന്നുണ്ട്. രണ്ടുപേരും ഈ ആപ്പിൽ ലോഗിൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, പക്ഷെ ഇവർക്ക് പരസ്പരം അപ്പോഴും അറിയില്ല ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്യുന്ന കാര്യം ഒന്നും തന്നെ. എന്തായാലും ജിയാങ് അവിടെ പോകുന്നുണ്ട്. ഇനിയിപ്പോ പോയിട്ട് എപ്പോഴാ വരുന്നതെന്നൊക്കെ ചോദിച്ച് യുവാൻ ശല്യപ്പെടുത്തണ്ടെന്ന് കരുതി അവൾ ഇതുപോലെ ഒരു പ്രോഗ്രാം ഉണ്ട് ഞാൻ പോവാണെന്ന് പറയുമ്പോൾ യുവാനും വന്നൂടെ, യുവാന്റെ കസിൻ അല്ലേ ചുവാൻ, അവൻ നടത്തുന്ന ഒരു പ്രോഗ്രാം അല്ലേ എന്നെല്ലാം അവൾ പറയുമ്പോൾ ഞാനങ്ങും വരുന്നില്ല എന്നെല്ലാം യുവാൻ ജാട ഇടുന്നുണ്ടായിരുന്നു. എന്തായാലും ആ ഒരു പ്രോഗ്രാം നടക്കുന്നത് ഒരു അക്വേറിയത്തിലാണ്. അവിടെയാണ് ഈ മാച്ചസിനെല്ലാം മീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഇവന്റ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ അവിടെ സമയമാകുമ്പോഴേക്കും ഡൂലയും ജിയാങ്ങും ഒക്കെ എത്തുന്നുണ്ട്. ജിയാങ് ആ ഒരു സ്ഥലമൊക്കെ കണ്ട് ആസ്വദിച്ച് നിൽക്കുമ്പോഴേക്കും ആ ഒരു സ്ഥലത്തെ പറ്റി അറിയാവുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഡൂല അടുത്തുണ്ട്. പക്ഷെ അപ്പോഴും എല്ലാം നോക്കി നിൽക്കുന്നത് ജിയാങ്ങിനെ തന്നെയാണ്. ഇതേ സ്ഥലത്തേക്ക് അപ്പോഴേക്കും യുവാനും വന്നിട്ടുണ്ടായിരുന്നു. യുവാനാട്ടെ ഇവർ ഒന്നിച്ച് സംസാരിച്ച് നിൽക്കുന്നത് കണ്ട് ഇഷ്ടപ്പെടാതെ അവിടെയുള്ള ഒരു കൊച്ചിനോട് ദേ ആ അങ്കിളിനിട്ട് ഒരു തട്ട് കൊടുത്തിട്ട് ഐസ്ക്രീം മേടിച്ചാരെന്ന് പറഞ്ഞ് ആ കൊച്ചിനെ പറഞ്ഞു വിട്ട് ഡൂലയെ തള്ളിയിടാനായി നോക്കുമ്പോഴേക്കും ആ പയ്യൻ ചെന്ന് തള്ളിയിടുന്നത് നമ്മുടെ ജിയാങ്ങിനെയാണ്. വീഴാതെ ഡൂലെ കറക്റ്റ് പിടിക്കുന്നുണ്ട്. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടല്ലോ എന്ന് മട്ടില് അത് കണ്ട് ഷേന്ന് അവിടെ യുവാൻ സൗണ്ട് ഉണ്ടാക്കുമ്പോഴേക്കും യുവാനെ കാണുന്നുണ്ട്. അവനാണെങ്കിൽ ആകെ ചമ്മുന്നുണ്ട്. അല്ല വരില്ല എന്ന് പറഞ്ഞാൽ വന്നോന്ന് അത് കണ്ട് ജിയാങ് തിരക്കുമ്പോൾ ഞാൻ നിന്നെ കാണാൻ വന്നതല്ല ചുവാനെ കാണാൻ വന്നതാണെന്ന് യുവാനും ജാടയിടുന്നു. എന്തായാലും പിന്നീട് അങ്ങോട്ട് ജിയാങ്ങിന്റെ ഇടതും വലതും നിന്നുകൊണ്ട് അവരാകട്ടെ ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നും പറഞ്ഞ് മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അപ്പോഴേക്കും ഡൂലയെ ലിൻഡ ഫോൺ ചെയ്ത് അച്ഛൻ ഹോസ്പിറ്റലാണ് എത്രയും പെട്ടെന്ന് വരണമെന്ന് അറിയിക്കുമ്പോൾ ഡൂലെ അവിടെ നിന്ന് പോകുന്നു. അപ്പോഴാണ് സത്യത്തിൽ യുവാന് സമാധാനമാവുന്നത്. എന്തായാലും അവരവിടെ ഇരിക്കുമ്പോഴേക്കും ആപ്പിൽ മാച്ച് ആയിട്ടുള്ള കപ്പിൾസിനെ എല്ലാം മീറ്റ് ചെയ്യാനായി ഓരോ നമ്പർ കൊടുത്ത് ആ സ്ഥലത്തേക്ക് സർപ്രൈസ് ആയി പറഞ്ഞു വിടുന്നുണ്ട്. അതായത് ഓരോ മാച്ച് കിട്ടിയ കപ്പിൾസിന് ഓരോ നമ്പർ കൊടുക്കുന്നു. ആ നമ്പർ ഫോളോ ചെയ്ത് അവർ ആ സ്ഥലത്ത് എത്തുമ്പോഴേക്കും അവരുടെ മാച്ച് ആരാണെന്ന് അവർക്ക് കാണാൻ സാധിക്കും. അങ്ങനെ എല്ലാവരും പോകുമ്പോഴും യുവാനും ജിയാങ്ങിനും അപ്പോഴും പരസ്പരമുള്ള ഒരു കാര്യം അറിയേയില്ല. ഞാൻ സൂലി ഇൻവൈറ്റ് ചെയ്ത പ്രകാരം ഇവിടേക്ക് വന്നതാണെന്ന് ജിയാങ് പറയുമ്പോൾ ഞാൻ ചുവാനിന് വേണ്ടി ഇവിടെ വന്നതാണെന്ന് യുവാനും പറയുന്നു. എന്തായാലും അവിടെ വെച്ച് സൂലിയോട് ജിയാങ് സംസാരിക്കുമ്പോൾ ആപ്പ് യൂസ് ചെയ്ത് അവൾക്ക് 100% മാച്ച് കിട്ടിയ കാര്യം അവൾ പറയുമ്പോൾ അത് കേട്ട് സൂലി ഭയങ്കര സർപ്രൈസ്ഡ് ആവുന്നുണ്ട്. ചുവാൻ അവളോട് ഈ ആപ്പിന്റെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറെ പേര് ഈ ആപ്പ് യൂസ് ചെയ്ത് മാച്ച് കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഇത് 100% മാച്ച് രണ്ടുപേർക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളെന്നല്ല, ബാക്കിയുള്ളവർക്കൊക്കെ ചെറിയ ചെറിയ മാച്ചാണ്. ആദ്യം 100% മാച്ച് ഉള്ളവർക്ക് മാത്രമേ ചാറ്റ് എന്നൊരു ഓപ്ഷൻ അല്ലെങ്കിൽ മീറ്റ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഒക്കെ ചുവാൻ വെച്ചിട്ടുള്ളായിരുന്നു. പക്ഷെ പിന്നീട് ഡൂലെ പറഞ്ഞത് മാറ്റിയിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ ചെറിയ പെർസെന്റേജ് മാച്ച് ഉള്ളവർ പോലും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും നീ നിന്റെ മാച്ചിനെ കാണണമെന്നൊക്കെ 100% മാച്ച് ഉണ്ടെന്ന് കേൾക്കുമ്പോൾ സൂലി ജി അങ്ങനെ പറഞ്ഞു വിടുന്നു. അപ്പോഴേക്കും ചുവാന്റെ അടുത്ത് പോയി യുവാൻ സംസാരിക്കുകയാണ്. അപ്പോഴാണ് തന്നെ അന്ന് കളിയാക്കി വിട്ടതല്ല യുവാൻ, അവൻ തന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി തനിക്ക് തെറ്റ് മനസ്സിലാക്കി തരാൻ വേണ്ടി അത് പറഞ്ഞു കാണുന്നും കൂടാതെ തനിക്ക് ഇതിൽ എന്തൊക്കെ തിരുത്ത് വരുത്തണം എന്ന് പറഞ്ഞു തരാൻ വേണ്ടി ഇത് ലോഗിൻ ചെയ്തിട്ടുണ്ടായിരുന്നെന്നും ചുവാന് മനസ്സിലാവുന്നത്. വെറുതെ യുവാനെ തെറ്റിദ്ധരിച്ച് പിണങ്ങിയതിന് അവൻ സോറി പറയുന്നുണ്ട്. എന്തായാലും അതിൽ 100% മാച്ച് ആണ് യുവാനെ കിട്ടിയതെന്ന് മനസ്സിലാവുമ്പോൾ എന്തായാലും ആ പെൺകുട്ടിയെ പോയി കാണണമെന്ന് ചുവാൻ യുവാനെ പറഞ്ഞു വിടുന്നു. അങ്ങനെ സൂലി പറഞ്ഞതുകൊണ്ടും ജിയാങ്ങും ചുവാൻ പറഞ്ഞതുകൊണ്ട് യുവാനും ബ്ലൈൻഡ് ഫോൾഡ് ഒക്കെ ധരിച്ചാണ് അവരുടെ മാച്ചിനെ കാണാനേ പോകുന്നത്. അങ്ങനെ ആ ഒരു സ്പോട്ടിലെത്തി ബ്ലൈൻഡ് ഫോൾഡ് മാറ്റുമ്പോഴാണ് രണ്ടുപേരും പരസ്പരം കണ്ട് ഞെട്ടിപ്പോകുന്നത്. ആ ഒരു നിമിഷം വരെ തനിക്ക് കിട്ടിയ 100% മാച്ചിലുള്ള ആള് ജിയാങ് ആണെന്ന് യുവാൻ ആണെന്ന് ജിയാങ്ങിനോ യാതൊരു പിടുത്തവും ഉണ്ടായിരുന്നില്ല. ഇവരിവിടെ ആകെ ഷോക്കായി നിൽക്കുന്ന ഇതേ ടീം ഇവിടെ നടക്കുന്ന കാര്യങ്ങള് ക്യാമറ വഴി കണ്ട് മനസ്സിലാക്കിക്കൊണ്ടിരുന്ന സൂലിയും ചുവാനും ഇവരായിരുന്നോ മാച്ച് എന്ന് ഭയങ്കരമായി ഷോക്കാവുന്നുണ്ട്. അങ്ങനെ വലിയൊരു ട്വിസ്റ്റ് ആണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ശേഷം എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടും വരെ ബൈ.